ഞാൻ ഒരു 10-26 വർഷം ഒരു ദിനപത്രത്തിൽ ജോലി ചെയ്തതിന് ശേഷമാണ് ഒരു ഓൺലൈൻ ചാനലിലേക്ക് മാറിയത്. പക്ഷേ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ഹിന്ദുവാണ് എന്ന് തുടക്കം മുതൽ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വ്യക്തിപരമായി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ കേരളത്തിലെ പത്രപ്രവർത്തകരുടെ സംഘടനയായ കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രവർത്തകനാണിപ്പോൾ. ഞാൻ അതിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു എന്ന് നീ പറയാൻ പാടില്ല, നിനക്ക് ക്രിസ്ത്യാനി എന്ന് പറയാം, നിനക്ക് മുസ്ലിം എന്ന് പറയാം, പക്ഷെ നീ ഹിന്ദു എന്ന് പറയരുത്. കാരണം നീ ഹിന്ദു എന്ന് പറയരുത്. നീ വേണമെങ്കിൽ നായരെന്ന് പറഞ്ഞോ, നീ ഈഴവനാണെന്ന് പറഞ്ഞോ, നീ പുലയനാണെന്നോ നമ്പൂതിരിയാണെന്നോ പറഞ്ഞോ, പക്ഷെ നീ ഹിന്ദു ആണെന്ന് പറയാൻ പാടില്ല. ഇതൊരു മാധ്യമ അജണ്ടയാണ്. കാരണം ഹിന്ദു കൺസോളിഡേഷൻ, ഹിന്ദു എന്ന തരത്തിൽ ഒരു സമാജബോധമുണ്ടായി വരുന്നതിനെ തകർക്കാനും ചെറുക്കാനും കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. കാരണം നരേന്ദ്രമോദി മാധ്യമങ്ങളുടെ പരിലാളനം ഏറ്റെടുത്തൊന്നുമല്ല മുഖ്യമന്ത്രിയായത്. മോദി മുഖ്യമന്ത്രിയായി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേ ഗുജറാത്ത് കലാപം ഉണ്ടായി. കാരണം ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്ത് കലാപം എന്ന് മാത്രമേ പറയുള്ളൂ, പക്ഷേ ഗോദ്രയെക്കുറിച്ചും വിട്ടില്ല. ഗോദ്രയിൽ അയോധ്യയിൽ നിന്ന് മടങ്ങി വന്ന കർഷകരുടെ തീവണ്ടി തടഞ്ഞു നിർത്തി 5000-ഓളം വരുന്ന ഒരു ജനക്കൂട്ടം തീവണ്ടി തടഞ്ഞു നിർത്തി ബോഗികൾ തുറക്കില്ല എന്ന് ഉറപ്പാക്കി അതിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് 58 പേരെ കൊലപ്പെടുത്തി. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അതേ തുടർന്ന് ജനരോക്ഷമിളകിയാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത്. പക്ഷേ ഗുജറാത്ത് കലാപം പറയും, ഗോദ്ര പറയില്ല. ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരാളാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ കരുതിയിരുന്നു എന്ന് ചോദിച്ചാൽ അവർ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ മോദി പ്രധാനമന്ത്രിയായി. ഇപ്പോൾ നോക്കൂ, മാധ്യമങ്ങളെ സംബന്ധിച്ച് 2 തരം മാധ്യമ പ്രവർത്തകരുണ്ട്. ഒന്ന്, മോദി വിരുദ്ധരായ ബഹുഭൂരിപക്ഷം. അവർ മോദിക്കെതിരല്ല, അവർ ഹിന്ദുവിനെതിരാണ്. അവർ ഹിന്ദുവിനെതിരാണെന്ന് പറയാൻ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ എറണാകുളത്തെ മഹാരാജാസ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ അഭിമന്യു കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് അഭിമന്യു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. SFIയുടെ നേതാവായിരുന്നു അഭിമന്യു പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവർ RSSൻ്റെ പേരും പറഞ്ഞ് ഹിന്ദുക്കൾക്കിട്ട് ഈ മേത്തന്മാർ നല്ല താങ്ങാണ് താങ്ങുന്നത് എന്നൊരു പോസ്റ്റ് ഇട്ടു. കാരണം അവർ RSS എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആരെയാണെന്നറിയോ? ഹിന്ദുവിനെയാണ്. RSS എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും? സരസ്വതി ദേവിയുടെ നഗ്നചിത്രം വരയ്ക്കും. RSSൻ്റെ പേര് പറഞ്ഞവർ നമ്മുടെ ഹിന്ദുദേവന്മാരെ ആക്രമിക്കും. ഇവർ ആക്രമിക്കുന്നത് ആരെയാണെന്നറിയോ? RSSനെ ഒന്നുമല്ല, ഹിന്ദുവിനെയാണ്. ഹിന്ദുവിനെ ആക്രമിക്കാനുള്ള ഒരു കർട്ടൻ പോലെ ഇവർ RSS എന്ന് പറയുന്ന സംഘടനയെ ഇവർ ഉപയോഗിക്കും. RSSനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പരാതി? RSSനെ കുറിച്ച് എന്താ പരാതി? RSS എന്താ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ശ്രമിച്ചോ? ഈ രാജ്യത്തുടനീളം നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഈ രാജ്യത്തുടനീളം സ്ഫോടന പരമ്പരകൾ നടത്തി 100 ആളുകളെ കൊലപ്പെടുത്തിയോ? ഇല്ലല്ലോ. RSS എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞു RSSകാരാണ് മഹാത്മാഗാന്ധിയെ കൊന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ഡൽഹിയിലെ യുവരാജകുമാരനുണ്ടല്ലോ, എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി, അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കേസ് വന്നു. സുപ്രീം കോടതി പോയി അദ്ദേഹം സമസ്താപരാധം മാപ്പ് പറഞ്ഞു. ഞാനത് അറിയാതെ പറഞ്ഞതാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും പറയും RSSകാരാണ് കൊന്നത്. ഏത് RSSകാർ? അത് പറയില്ല. നാഥുറാം വിനായക് ഗോഡ്സെ ഏത് സംഘടനയുടെ ആളായിരുന്നു? അദ്ദേഹത്തിൻ്റെ ആരാണ് പിന്നീട് ഇന്ത്യയിലെ CPMൻ്റെ നേതാവായി മാറിയത്? ഇതൊക്കെ നമ്മൾ എത്ര പേർക്കറിയാം? നമ്മളിപ്പോഴും RSSനെ കൊന്നത്, RSSകാരാണ് ഗാന്ധിയെ കൊന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചൂളും. ചരിത്രം നമുക്കറിയില്ല, നമ്മുടെ സംസ്കാരം അറിയില്ല. ഇതൊക്കെ മുതലെടുത്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്ന ഒരു ആക്ഷൻ പ്ലാനുണ്ട്. ആ ആക്ഷൻ പ്ലാനിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാല കേരളമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ മാരീച വേഷത്തിൽ വന്ന് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ മതത്തെയും, ഞാൻ അങ്ങനെ തന്നെ പറയാം, നമ്മുടെ മതത്തെയും, കാരണം ഈ വേദിയിലല്ലാതെ ഞാൻ എവിടെയാണ് നമ്മുടെ മതം എന്ന് പറയുക, നമ്മുടെ മതത്തെയും ഇല്ലായ്മ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം വലിയ ശക്തികൾ, വലിയ സാമ്പത്തിക ശക്തികളുണ്ട്. ഈ സാമ്പത്തിക ശക്തികളെ തിരിച്ചറിഞ്ഞ് അവരെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനം നമ്മൾ ആരംഭിക്കേണ്ടത് എവിടെന്നാണെന്നറിയോ? നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിന്നാണ്. എന്തുകൊണ്ട് അടുക്കളയിൽ നിന്ന്? ഞാൻ പൂമുഖത്തെന്ന് പറഞ്ഞില്ല, ഞാൻ പൂജാമുറിയിൽ നിന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ അടുക്കളയിൽ നിന്നാണ്. കാരണം മുമ്പൊരിക്കൽ ഒരു മഹാപണ്ഡിതനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഒരാളെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ ആരെ പഠിപ്പിക്കും? ഒരു സ്ത്രീയുമുണ്ട്, ഒരു പുരുഷനുമുണ്ട്.
ആ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ ഉറപ്പായും ഈ സ്ത്രീയെ പഠിപ്പിക്കും. അതെന്താ അങ്ങനെ? പുരുഷനല്ലേ പഠിപ്പിക്കേണ്ടത്, അവനല്ലേ ശക്തിശാലി, അവന് കായബലം ഉണ്ടായിരിക്കും. പക്ഷേ അവനെ പഠിപ്പിച്ചാൽ ആ അറിവ് അവൻ്റെ തലച്ചോറിലിരിക്കും, പുറത്തേക്ക് പോകത്തില്ല. പക്ഷേ ഞാൻ ഒരു സ്ത്രീയെ പഠിപ്പിച്ചാൽ അവളുടെ സഹോദരങ്ങളോട് പറയും, അവളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കും, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കും. അതുകൊണ്ട് അറിവ് പകർന്നു കൊടുക്കേണ്ടത്, വിദ്യാഭ്യാസം ഏറ്റവും അടിസ്ഥാനപരമായി ലഭ്യമാക്കേണ്ടത് വനിതകൾക്കാണ്. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ സംസ്കാരം, നമ്മുടെ മതം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച്, ഭീഷണിയെക്കുറിച്ച് നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് നമ്മുടെ അടുക്കളകളിലാണ്, നമ്മുടെ അമ്മമാരെയാണ്, നമ്മുടെ സഹോദരിമാരെയാണ്, നമ്മുടെ മക്കളെയാണ്. പത്രം വായിച്ച്, ചാനൽ കണ്ട് നമ്മൾ അജണ്ടകൾക്ക് വിധേയരായി പോവാതിരിക്കാൻ ഇത്തരം സത്സംഗങ്ങളിലൂടെ നമുക്ക് കഴിയണം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വേദികൾ ഒരുക്കണം. മാധ്യമം എന്ന് പറയുന്നത് മാരീചനാണ് എന്ന് ഓരോ സനാതനിയും ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.